മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അരമുറി തേങ്ങ തിരുകിയെടുത്തത്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കശകശയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വേണം കടുകിടാൻ, ഇല്ലെങ്കിൽ കടുക് പൊട്ടാതെ തന്നെ അങ്ങനെ കിടക്കും. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇടാം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ അരച്ചെടുത്ത അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇടണം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ചതിന് ശേഷം മുട്ട ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. അപ്പം നന്നായിട്ട് മുട്ടയിലൊക്കെ അതൊന്ന് ഗ്രേവി പിടിച്ച് കിട്ടണം. ഇത് ഒട്ടും എരിവില്ലാത്തൊരു കറിയാണ്. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും എരിവ് ഒട്ടും തന്നെ ഇല്ല. ചെറുതായിട്ടൊന്ന് കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചേർത്ത് മുങ്ങുന്ന രീതിയിലാക്കി അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം.